ഹായ് എവരിബഡി, എല്ലാവർക്കും മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ കറൻ്റ് നമ്മുടെ നിഫ്റ്റിയിലോ ട്രേഡ് റണ്ണിങ് ആണ്. ഇതിക്ക് തൊട്ട് മുമ്പ് നമ്മൾ ട്രേഡും കൂടി എടുത്തിരുന്നു. ബട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമുക്കൊരു 2880 അത്രയും ലോസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. കറൻ്റ് നിഫ്റ്റി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഒരു പൊട്ടൻഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ അവിടുന്ന് ഒരു ബൈയിങ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു എക്സ്പെക്റ്റേഷൻ. സോ ഒരു ഇൻട്രാഡേ ഹൈ എന്ന സെറ്റപ്പിലേക്ക് പോകും എന്നില്ല, ബട്ട് ഒരു വി വാപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ വി വാപ്പ് ക്രോസ് ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഒരു എക്സ്പെക്റ്റേഷൻ. സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കറണ്ട് വീക്ക് എക്സ്പയർഡ് 18.800 CE 400 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തേക്കുന്നത്. ഒരു ആവറേജ് പ്രൈസ് 68.95. സോ ഈ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 7 പോയിൻറ്റ്സും ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 14 to 21-24 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ വൺസ് ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ ബാക്കി ലോജിക്കും ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇൻഡെക്സിൻ്റെ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിൽ നിഫ്റ്റി എനർജി അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് രണ്ടും ഒരു റെസിസ്റ്റൻസിൽ ആ ഒരു ഏരിയയിൽ വന്ന് ട്രേഡ് ചെയ്യാണ്. സോ വൺസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നിഫ്റ്റി 50യിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കും. സോ ബാങ്ക് നിഫ്റ്റി ചെറിയൊരു മൊമെൻറ്റം തന്ന് ഒരു സൈഡ് വേസ് ആണ്. ബട്ട് നിഫ്റ്റി എനർജി അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഈ രണ്ട് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യലായിട്ട് നല്ലൊരു മൊമെൻറ്റം നമുക്ക് അപ്പ് സൈഡിൽ കാണാൻ പറ്റും. സോ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ ട്രേഡ് നമ്മൾ സക്സസ്ഫുള്ളി എക്സിറ്റ് ചെയ്തു. 3300 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മളെടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി എന്നുള്ളൊരു നല്ലൊരു സെല്ലിംഗ് പ്രഷറിലായിരുന്നു. അതേപോലെ തന്നെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിലും ഒരു വീക്കായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഒരു വീക്കായിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇന്നലെ ഒരു മേജർ സപ്പോർട്ടായ 9230 എന്നൊരു ആ ലെവലും ബ്രേക്ക് ചെയ്തായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് വ്യൂ ആയിരുന്നു. മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരികയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്നായിരുന്നു നമ്മളൊരു വ്യൂ. സോ ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം നിഫ്റ്റി ഒരു ലോവർ സൈഡിലേക്ക് നല്ലൊരു സെല്ലിംഗ് മൊമെൻറ്റം നമുക്കിവിടെ കാണാൻ സാധിച്ചു. സോ നമ്മുടെ ഇന്നലത്തെ അസംപ്ഷൻ പോലെ തന്നെ ഇന്നൊരു സെല്ലിംഗ് സൈഡിലേക്കാണ് മൊമെൻറ്റം വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ട്രേഡ് എന്നുള്ളതായിരുന്നു. ബട്ട് ഇന്ന് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആ ട്രേഡ് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഓപ്ഷൻസിൻ്റെ ഗ്രാഫിൽ വളരെ വേഗത്തിൽ അതിൻ്റെ ഒരു പ്രീമിയം മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. സോ അതിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയായിരുന്നു. കാരണം അതിൻ്റെ ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് പോസിബിൾ ആകത്തില്ല. സോ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇതിനൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെയും അതിൻ്റെ തലേ ദിവസവും നിഫ്റ്റി നല്ലൊരു ഫോള് ഇവിടെ കാണാൻ സാധിച്ചു. സോ ഫസ്റ്റ് ടൈം ഈ ഒരു ലൈൻ, ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. സോ ഫസ്റ്റ് ടൈം ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ അടുത്തേക്ക് പ്രൈസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം മാർക്കറ്റ് ഹോൾഡ് ചെയ്യും. ദെൻ അഗൈൻ അവിടുന്ന് മേ ബി സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്യാനെല്ലാം സാധ്യതയുണ്ട്. സോ ഇന്നൊരു മന്ത്ലി എക്സ്പയറിംഗ് കൂടി ആയതുകൊണ്ട് ഒരു പക്ഷേ ഒരു 2 സൈഡ് മൊമെൻറ്റത്തിന് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഓക്കെ, സോ അത് വൺ ഓഫ് ദ റീസൺ ആയിരുന്നു ഈ ഒരു റേഞ്ച്, ഈ 840, 820 ആ ഒരു റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ 5 മിനിറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാരണം ഇവിടെയുള്ള ഈ ഒരു ക്യാൻഡിൽസിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഹൈ ആണ്. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ദെൻ അഗെയിൻ ബ്രേക്ക് തന്ന ഒരു ക്യാൻഡിൽ ഹൈ മൊമെൻറ്റത്തിൻ്റെ ക്യാൻഡിലാണ്. ദെൻ അഗെയിൻ സപ്പോർട്ട്. പിന്നീട് ഉണ്ടായ ക്യാൻഡിൽസ് എല്ലാം നല്ലൊരു ഹൈ മൊമെൻറ്റം, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ലാർജ് ഷേപ്സ് ആണ്. ബട്ട് ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു ബ്രേക്കിന് ശേഷമുള്ള ആ ഒരു ക്യാൻഡിൽസ് എല്ലാം അതിൻ്റെ ഒരു സൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സ്മോളാണ്. അത് വളരെ മൊമെൻറ്റം അതിനകത്ത് ആ ഒരു മൊമെൻറ്റ് എക്സോസ്റ്റ് ചെയ്ത പോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. പിന്നീട് അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ദെൻ അഗെയിൻ അവിടുന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. പിന്നീട് ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നല്ലൊരു മൊമെൻറ്റത്തോടെ കൂടി ഒരു ബൈയിങ് സൈഡിലേക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. സോ അവിടെ നിന്ന് നമ്മുടെ വ്യൂ ഇനി ഒരു ബൈയിങ് മൊമെൻറ്റം വരാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. സോ നമ്മുടെ ഒരു 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് പ്ലസ് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് ബിഹേവിയർ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രേഡ് ബൈയിങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്തത്. സോ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന് ശേഷമായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ദെൻ അഗെയിൻ സെക്കൻഡ് ഒരു നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് 1235 ക്യാൻഡിൽ. സോ അവിടുന്ന് നമുക്ക്
നമുക്ക് മൊമെൻറ്റം കിട്ടി. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആയിരുന്നു. സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് 80 to 83 ആണ്. സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് 90-91 ആയിരുന്നു. ബട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എക്സിറ്റ് ആവുകയായിരുന്നു. സോ ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് 2880 ലോസും സെക്കൻഡ് ട്രേഡിൽ 6180 പ്രോഫിറ്റും. അങ്ങനെ ടോട്ടൽ ഇന്നത്തെ ഒരു ലോസിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റിലേക്ക് 3300 എത്തിയിട്ടുണ്ടാകും. സോ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ട്രേഡ് അത് റിഫ്രഷ് ചെയ്യാം. സോ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ചെയ്ത് 12:20 അത് എക്സിറ്റ് ആയി 12:28. സെക്കൻഡ് ട്രേഡ് നമ്മളെടുത്ത് 12:35 അത് എക്സിറ്റ് ചെയ്ത് 1:11. ഓക്കെ, സോ ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടന്റിന് ലൈക്ക് ചെയ്യുക. സോ ഇതേപോലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.